നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ സംസാരിക്കുന്നതും കൂടെ വരാൻ വിളിക്കുന്നതും എന്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവിനെ. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? അർച്ചനെ അച്ഛൻ അവഗണിക്കുന്നതിൽ ഇയാൾക്ക് നല്ല വിഷമമുണ്ട്. അതിന് മാത്രം അർച്ചന എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നിനക്കെന്നല്ല, എന്റെ ഒരു മക്കൾക്കും മനസ്സിലാവില്ല. തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനും അതിൽ കുറ്റബോധം തോന്നാനുള്ള മനസ്സൊന്നും എന്റെ മക്കൾക്കില്ല. അതല്ലേ ഇതും പറഞ്ഞ് നീ ഇപ്പൊ ഇവിടെ കയറി വന്നത്? ഭാര്യയുടെ വിഷമം കണ്ടിട്ട് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? നിന്റെ അച്ഛനും ഏട്ടത്തെയൊക്കെ ഉരുകുന്നത് നീ കാണുന്നേയില്ല. നീ പറഞ്ഞല്ലോ നിന്റെ ഭാര്യയെ ഞാൻ അവഗണിക്കുന്നുവെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയില്ലേ? കൂടുതൽ പരിഗണിച്ചപ്പോ തിരിച്ചു തന്നത് എന്താ? എന്റെ ഇഷ്ടങ്ങളെയും വിശ്വാസത്തെയും മുതലെടുത്തു. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മകനെ എന്റെ താല്പര്യമില്ലാതെ വിവാഹം കഴിപ്പിക്കാൻ നിന്റെ ഭാര്യയ്ക്ക് എന്താണ് യോഗ്യത? എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ഈ വീട്ടിലിപ്പോ ഉണ്ടാവില്ലായിരുന്നു. അറിയോ നിനക്ക്? എന്റെ മകനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടി വന്നപ്പോ അതാര് കാരണമാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രായത്തിലും മനസ്സ് തകർന്ന് ജീവിക്കാനാ എന്റെ തലയിലെഴുത്ത്. അതിനിടയുണ്ടാക്കുന്നത് ഞാൻ മക്കളെ പോലെ സ്നേഹിച്ചവരും. എല്ലാം കൊണ്ടും പിടിവിട്ട് നിൽക്കുകയാണെന്റെ. ഒരുത്തം വീട് വിട്ടു പോയതിന്റെ കണ്ണീര് തോന്നിട്ടില്ല ഇവിടെ ആർക്കും. ഇനി ഇവന്റെ കാര്യം കൂടി എന്താവുമെന്ന് എനിക്കൊരു ധാരണയില്ല. വരും പോലെയൊക്കെ വരട്ടെ. അച്ഛാ, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ ന്യായീകരണം കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ ഉള്ളത്. എനിക്ക് പറയാനുള്ളത് ദേവിയതൊന്ന് അച്ഛൻ കേൾക്കണം. അച്ഛൻ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടില്ല ഞാൻ തെറ്റുകാരിയാണെന്ന്. എന്നോട് വന്ന് സന്ദീപ് ആതിരെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് അവനെ എതിർക്കാൻ തോന്നില്ല എന്നുള്ളതാ സത്യം. ഇത് അച്ഛനോട് പറയാൻ എത്രയോ തവണ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയോ? പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. നിക്കക്കള്ളി ഇല്ലാതെ അവരെ വിവാഹം കഴിപ്പിച്ചപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊക്കെ അച്ഛന് പറഞ്ഞ് മനസ്സിലാവുന്നു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നപ്പോഴൊക്കെ അതിലും വലിയ തിരിച്ചടികളാണ് ഉണ്ടായത്. അച്ഛൻ സന്ദീപിനെ അനക്കി വിവാഹം കഴിപ്പിച്ച് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നത് സ്വപ്നം കണ്ട് ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോ അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല. അച്ഛ, വിവാഹം കഴിച്ചില്ല എങ്കിൽ സന്ദീപ് ആതിരെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാ ഞാനത് നടത്തിക്കൊടുത്തത്. എന്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ച അച്ഛനിൽ നിന്നും ഇങ്ങനൊരു വാക്ക് കേൾക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയതല്ല. ഞാൻ തെറ്റ് ചെയ്തൊന്നും അച്ഛന്റെ വിശ്വാസം തകർത്തുവെന്നും അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം
ആര് പറഞ്ഞാലും അച്ഛൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന്. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുകൊണ്ടും മനസ്സ് വേദനിപ്പിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ടും എനിക്കൊരു അപേക്ഷയുണ്ട് അച്ഛനോട്. ഞാൻ ചെയ്ത തെറ്റിന് സന്ദീപിനെ ആതിരയും ഇനി അച്ഛൻ വിഷമിപ്പിക്കരുത്. അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു. എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. ഒരു പരാതിയും പറയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാം. പക്ഷെ എന്നോടുള്ള ദേഷ്യം അച്ഛൻ സന്ദീപിനോടും അതിനോടും തീർക്കരുത്. ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരവര് തമ്മിൽ പിരിക്കരുത്. എന്നോട് അച്ഛനൊന്ന് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇനി നിർബന്ധിക്കില്ല. പക്ഷെ എന്റെ ഈ ആവശ്യം അച്ഛൻ അംഗീകരിക്കണം. ഞാനിവിടെ വന്ന നാൾ മുതൽ അച്ഛൻ എന്നെ കാണുന്നതാ. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് അച്ഛൻ അറിയില്ലേ? എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും വാത്സല്യം തരുകയും ചെയ്ത ആളാ അച്ഛൻ. അതുകൊണ്ടാവും എന്നോടിപ്പോ ഇത്രയും ദേഷ്യവും. പ്ലീസ് അച്ഛ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. സന്ദീപിനെ തിരിച്ചു വിളിക്കണം. എന്നോടുള്ള ദേഷ്യം അതേപടി മനസ്സിൽ വെച്ചാലും സാരമില്ല. എല്ലാം മറന്ന് സന്ദീപിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. സച്ചി, അച്ഛാ, എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. നീ ചെന്ന് അവന്തികയോടോ അനക്കയോടോ ഇവിടെ വരെ ഒന്ന് വരാൻ പറയും. സച്ചിട്ടാ, വേണ്ട. അച്ഛനും ഞാൻ എടുത്തു കൊടുത്തോളാം. അത് വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ ആരെയും വിശ്വാസമില്ല. അതിന് കാരണം എന്റെ അനുഭവങ്ങൾ തന്നെയാ. എനിക്ക് ചുറ്റുമുള്ളവർ മുഖംമൂടി ധരിച്ച് അവസരം കിട്ടിയാൽ ചതിക്കാൻ മടിക്കാത്തവരുമാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരും തലയിടണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുക്കാത്തതാണ് ഇപ്പൊ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം. അതിനി ആവർത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.